الصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين أما بعد. ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ അഭിവന്യരായ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ സൈനുദ്ദീൻ മുസ്ലിയാർ ഉസ്താദ് അവറുകൾ നമ്മോട് വിട പറഞ്ഞു. അവരുടെ ഉഖ്റവിയായ ജീവിതം പൂർണ്ണ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഉഖ്റവിയായ ദറജകൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. മനുഷ്യസഹജമായി സംഭവിച്ചിട്ടുള്ള പാപങ്ങളെല്ലാം അല്ലാഹു പുറത്ത് അവരുടെ ദറജകളും ഹസനാത്തുകളും കൂടുതൽ കൂടുതൽ മുദാഅഫായി വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹു അതിന്റെയൊക്കെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ നമുക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പലരും ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ടവരുടെ സ്മരണ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുമായി അടുത്തറിഞ്ഞ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. പലരും പ്രസംഗിച്ചു, ഇനിയും പ്രസംഗിക്കാനുണ്ട്, സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ അടുത്ത് പെരുമാറാനുള്ള അവസരങ്ങൾ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അനുഭവങ്ങളൊന്നും എനിക്ക് പറയാനുമില്ല. പുറത്തുനിന്ന് കേട്ടറിഞ്ഞിട്ടും മറ്റുമൊക്കെയുള്ള അറിവുകൾ നിങ്ങളൊക്കെ പോലെയുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ അടുത്ത് ഇടപഴകിയവർക്ക് വേണ്ടി ഞാൻ വേഗം മൈക്ക് ഒഴിവാക്കി തരാം. എങ്കിലും ഇതിലൊന്ന് പങ്കെടുക്കുക എന്ന ആ ഒരു ബർക്കത്തിന് വേണ്ടി ഇവിടെ പറയുകയാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ആലിമീങ്ങൾക്ക്, ഉഖ്റവിയായ ആലിമീങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് എന്ന കാര്യത്തിൽ നമുക്കൊന്നും സംശയമില്ല. ഒരുപാട് ആയത്തുകള്, ഹദീസുകള് ആ കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ആ ഇൽമ് വെച്ച് ചൂഷണം ചെയ്യുന്ന ആളുകൾക്കുള്ള കടുത്ത താക്കീതുകളും ഒരുപാട് ഹദീസുകളിലും ആയത്തുകളിൽ തന്നെയും വന്നിട്ടുണ്ട്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ എന്ന ആയത്ത് സാധാരണയിൽ നമ്മൾ ഓതി കേൾക്കുന്നതാണ്. വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമമാകുമോ എന്നാണ് ആ ഹദീസിൽ, ആ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. ഒരിക്കലും സമമാവുകയില്ല എന്ന് തന്നെയാണല്ലോ അതിന്റെ മറുപടി. എന്നാൽ അവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ആ ആയത്തിന്റെ ഭാഗം അതിന്റെ മുമ്പ് ഒരു ആയത്തിന്റെ ഒരു തുണ്ടമാണത്, ഒരു ജുസ് ആണത്, ഒരു ഭാഗം മാത്രമാണ്. അതിന്റെ മുമ്പ് പറയുന്നതിനോട് ചേർത്ത് വേണം അതിനെ വായിക്കാൻ. അപ്പോഴാണ് എന്താണ് ഇൽമ്, ഏതാണ് ഈ ആദരണീയമായ ഇൽമ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബി ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ് എന്നാണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, പ്രത്യേകിച്ച് ഇൽമിന്റെ അഹ്ലുകാരെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു ആയത്താണത്. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും സമമാകുമോ എന്ന് ഇൽമിന്റെ മഹത്വം പറയാൻ വേണ്ടി പറയുമ്പോൾ ആർക്കും അഹങ്കാരം വന്നു പോകരുത്. ഖുർആൻ പറയുന്നത് അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വഖായിമ, രാത്രിയുടെ യാമങ്ങളിൽ
സുജൂദിലും ഖിയാമിലുമായി വിനയാന്വിതനായി ഭക്തി നിർഭരമായി സമയം ചെലവഴിക്കുന്ന ആളുകൾ യഹ്ദറുൽ ആഖിറത്ത, ആഖിറത്തിനെ അവർ ഭയപ്പെടുന്നു. വയർജൂ റഹ്മത റബ്ബി, അവന്റെ റബ്ബിന്റെ കാരുണ്യം കൊതിക്കുന്നു. റബ്ബിന്റെ കാരുണ്യം കൊതിച്ചുകൊണ്ടും ആഖിറത്തിലെ ഭീകരമായ ഭയാനകമായ അവസ്ഥകളെ ഭയപ്പെട്ടുകൊണ്ടും ഭയവിഹ്വലനായി സുജൂദിലും ഖിയാമിലുമായി ഭയഭക്തിയോടുകൂടെ കഴിച്ചുകൂട്ടുന്ന ആളുകളും അല്ലാത്തവരും സമമാകുമോ എന്നാണ് ചോദ്യം. അതിന്റെ ശേഷമാണ് പറയുന്നത് ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ, അതായത് തങ്ങൾ ചോദിക്കുക, വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമമാകുമോ? അപ്പൊ ഏതാണ് ഈ പരിഗണിക്കപ്പെടുന്ന ഇൽമ്, ഏതാണ് ഈ അറിവ്? ആലിമും അല്ലാത്തവരും ആര് എന്ന് ആദ്യം തന്നെ വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാവാൻ വേണ്ടി അമല് കൊണ്ട് തുടങ്ങിയും കൊണ്ട് അല്ലാഹു തആല ഈ വിഷയത്തെ പറയുന്നത്. ആദ്യം അമല, ആ അമലിനനുസരിച്ചാണ് ഇൽമിന്റെ അംഗീകാരം എന്നതിലേക്കാണ് അത് സൂചിപ്പിക്കുന്നത്. അമലും ആഖിറത്തെ സംബന്ധിച്ചുള്ള ഭയപ്പാടും അല്ലാഹുവിന്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷയും ഇത് ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയ അത് അവന്റെ ഇൽമിന്റെ ലക്ഷണമാണ്. അത് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് അവന്റെ ഇൽമ്. അതാണ് ആ ഇൽമിന്റെ അംഗീകാരം. ഇത് വളരെ വിശദമായി വിശദീകരിക്കലല്ല എന്റെ ഉദ്ദേശം. ആ വിഷയത്തിലേക്ക് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ സൂചനകൾ നൽകിയിട്ടുണ്ട്. അമല് കൊണ്ട് തുടങ്ങിയിട്ടാണ് ഇൽമിനെ പറയുന്നത്. അപ്പോൾ താൻ പഠിച്ച അറിവിനെ പ്രവൃത്തിയിലൂടെ ലോകത്തിന് സമർപ്പിക്കുന്ന ആലിമാണ് യഥാർത്ഥത്തിൽ ആലിമ്. അവരുടെ ചലനത്തിൽ, അവരുടെ ഇരുത്തത്തിൽ, അവരുടെ രാത്രികളിൽ, അവരുടെ പകലുകളിൽ, അവരുടെ യാത്രകളിൽ, അവരുടെ ദർസുകളിൽ, അവരുടെ പ്രസംഗങ്ങളിൽ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, അവരുടെ എല്ലാ നിമിഷങ്ങളിലും ആ ഇൽമിന്റെ അസർ വെളിവായിക്കൊണ്ടിരിക്കണം. ആ വെളിവാകുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ആലിമീങ്ങൾ എന്നതിലേക്ക് വളരെ കൃത്യമായ സൂചന നൽകുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ ചെയ്യുന്നത് എന്ന് പിന്നെ ഇവിടെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ സഹാബത്തും മറ്റുള്ളവരുമൊക്കെ ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ലാ തകൂനു ആലിമൻ. താൻ തന്റെ ശിഷ്യനോട് പറഞ്ഞതാ, ലാ തകൂനു ആലിമൻ, നീ ഒരു ആലിമാവുകയില്ല ഹത്താ തകൂന ബിൽ ഇൽമി ആമില, ഇൽമു കൊണ്ട് ആമിലാവുന്നത് വരെ, പഠിച്ചതുകൊണ്ട് അമല് ചെയ്യണം. അങ്ങനെ തുടങ്ങി പല വിശേഷണങ്ങളും ഒരുമിച്ച് കൂടുമ്പോഴാണ് ഈ പറഞ്ഞ മഹത്വങ്ങൾ ഒരുമിച്ച് കൂടിയ ആലിമാവുന്നത്. അങ്ങനെയുള്ള ആലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് വലിയ ശ്രേഷ്ഠതയാണ്. അവരുടെ ഓരോ നിമിഷങ്ങളും വലിയ ബറക്കത്തുള്ളതായിരിക്കും. അതിലൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് ഖൈറ് ലഭിക്കും. അതോടൊപ്പം ആഖിറത്തിൽ അവർക്ക് ശഫാഅത്തുമുണ്ട്. ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്തിന് അനുവദിക്കുന്ന, അവർക്ക് ഹിസാബിൽ നിന്ന് മാത്രമല്ല, അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ അനുമതി നൽകുന്നവരാണ് ഉഖ്റവിയായ ആലിമീങ്ങൾ എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ നിലക്കുള്ള ആലിമീങ്ങളെ ഇവിടെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത്, അവര് ഭൂമിയിലെ നക്ഷത്രങ്ങളാണ്, വഴികാട്ടികളാണ്. അവര് നമ്മൾക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ യുഗം നമുക്കറിയാം, പല നിലക്ക് നാം ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ധാണിത്വമുള്ള, വിനയമുള്ള, അതോടൊപ്പം യോഗ്യത കാണിക്കേണ്ടിടത്ത്, ഇൽമിന്റെ ആ അന്തസ്സ് കാണിക്കേണ്ടിടത്ത് അത് കാണിക്കുന്ന പ്രഗത്ഭരായ ആലിമീങ്ങളുടെ നഷ്ടം തീരാ നഷ്ടമാണ്. അത് നാം വെറുതെ മറ്റുള്ളവരൊക്കെ അനുശോചനത്തിൽ പറയുന്നത് പോലെ പറയുന്നതല്ല, നമ്മുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന വേദനയാണ്. ആ വേദനയുടെ പദങ്ങൾ പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതായാലും ശരി അവന്റെ ദീനിനെ സംരക്ഷിക്കുമല്ലോ. അപ്പോൾ അല്ലാഹു തആല അതിനുള്ള പകരക്കാരെ നമുക്ക് തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും ഈ അവസരത്തിൽ ഞാൻ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ.
ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് വളരെ സൗമ്യനാണ്, ശാന്തനാണ്. അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുമൊക്കെ ആ പ്രസംഗത്തിന്റെ ഈണം കൊണ്ടോ അതിലെ വാക്ക് കസർത്തുകളെ കൊണ്ടോ ഒന്നുമല്ല ബഹുമാനപ്പെട്ടവർ ഈ നിലക്ക് നമ്മുടെ ജനങ്ങളിൽ, മനുഷ്യരിൽ അവരുടെ മനസ്സിൽ അവർക്ക് സ്ഥാനമുണ്ടായത്. മറിച്ച് ഒരു ആലിമിനുണ്ടാവേണ്ടുന്ന ഈ എല്ലാ ഗുണങ്ങളും ഒരുമിച്ചുകൂടി നാം കാണുന്ന ഒരു മഹാപണ്ഡിതനാണ്. നമുക്ക് ബഹുമാനപ്പെട്ട സമസ്തയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സന്ദർഭത്തിൽ പരിശുദ്ധ ദീൻ എന്തൊരു അവസ്ഥയെയാണോ നേരിട്ടത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആ നിലക്കുള്ളൊരവസ്ഥയായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ വഫാത്തായ രംഗം. കാരണം സമസ്തയിൽ വലിയ ഫിത്നയുണ്ടാക്കി സാമ്പത്തികവും മനുഷ്യ സോഴ്സുകളും, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനുഷ്യ സോഴ്സുകളെ അയാൾക്ക് കിട്ടിയ സമ്പത്ത് ഉപയോഗപ്പെടുത്തി തന്റെ ഇംഗിതത്തിന് കീഴ്പ്പെടുത്തി അതിനുള്ള എല്ലാവിധ വക്രബുദ്ധികളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തന്ത്രവും മെനഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടം, സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കി സമസ്തയെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടിയിറങ്ങിയ ലോബി ശക്തമായി പ്രവർത്തിക്കുന്ന സമയം. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. സമസ്തയുടെ കേസുകൾ, സമസ്തക്കെതിരിൽ കൊടുത്ത കേസുകൾ നിലനിൽക്കുന്ന കാലഘട്ടം. ഒന്ന് കഴിഞ്ഞ് പിന്നെ അതിന് അപ്പീൽ പോയി, പിന്നെ അതിനും സമസ്ത വിജയിച്ചു, പിന്നീട് അപ്പീൽ പോയി. അങ്ങനെ നിൽക്കുന്ന കാലഘട്ടം. ഇങ്ങനെ സമസ്ത മഹല്ലുകളിലും മദ്രസകളിലും പള്ളികളിലുമൊക്കെ സമസ്തക്കെതിരിൽ ഫിത്നയുണ്ടാക്കാൻ വേണ്ടി പണം കൊടുത്ത് അച്ചാരം കൊടുത്ത് ആളുകളെ വിട്ട് പ്രവർത്തിക്കുന്ന ശക്തമായ ഫിത്നയുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നയിച്ച് ഇന്ന് നാം 90-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സമസ്ത 90 വർഷമെത്തിയ സമസ്ത അതിന്റെ യൗവനത്തെക്കാൾ കൂടുതൽ ശക്തിയിൽ വന്നു നിൽക്കുന്ന, അതിന്റെ ശബാബ് കാലഘട്ടത്തെക്കാൾ ശക്തിയിൽ വന്നു നിൽക്കുന്ന, ആരെയും അമ്പരപ്പിച്ച 90-ാം വാർഷികം നടത്തുന്ന ഈ അവസ്ഥയിലേക്ക് ഈ പ്രസ്ഥാനത്തെ നയിച്ചത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ മനുഷ്യനോടുള്ള, ആ മഹാനോടുള്ള ആ ഒരു അളവറ്റ സ്നേഹം, അതിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്കിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അവരോടുള്ള കടപ്പാട്. അദ്ദേഹത്തിന് മറ്റു പലരും കാട്ടിക്കൂട്ടുന്നത് പോലെയുള്ള ഒരു കോമാളി വേഷം കെട്ടലും ഇല്ലല്ലോ, ഒരു അഭിനയവും ഇല്ലല്ലോ. അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി കുറെ കരഞ്ഞു പ്രസംഗിക്കുക, കുറെ ഫോൺ വിളിച്ചിട്ട് മറ്റുള്ള അപ്പുറത്തുള്ള ആളോട് സംസാരിക്കുന്നത് ജനങ്ങളെ കേൾപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരു സംഗതിയുമില്ലാതെ വളരെ വസ്തുനിഷ്ഠവും സത്യസന്ധവുമായി ഈ സമൂഹത്തെ നയിച്ച ബഹുമാനപ്പെട്ടവര്, ആ മഹാനവറുകളുടെ ആ ചരിത്രം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് റസൂലുള്ളാഹി വഫാത്തായപ്പോ ഭരണസാരഥ്യം ഏറ്റെടുത്തത്. ആ ഭരണസാരഥ്യം ഏറ്റെടുത്ത് പരിശുദ്ധ ഇസ്ലാമിന് മുഅ്മിനീങ്ങൾക്ക് നേതൃത്വം നൽകി. ആ സന്ദർഭത്തിൽ പല ഭാഗത്തുനിന്ന് ഫിത്നകൾ വരികയാണ്. ഒരു വിഭാഗം അറബികൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, മറ്റൊരു വിഭാഗം ആളുകൾ സക്കാത്ത് കൊടുക്കില്ലെന്ന് പറഞ്ഞു. ഇവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ, എന്റെ ഉമ്മത്തിൽ നിന്ന് എന്റെ ഉമ്മത്തിനോട് ഏറ്റവും കരുണയുള്ള ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അങ്ങനെ എപ്പോഴും ഒരു വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും ഒരു ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ശരീരപ്രകൃതിയും വളരെ മെലിഞ്ഞ ശരീരപ്രകൃതിയായിരുന്നു. അതേസമയത്ത് കടുപ്പക്കാരനും ഗൗരവക്കാരനും ശരീരപ്രകൃതി കൊണ്ടും ആർക്കും പേടി തോന്നുന്ന, ഭയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പ്രകൃതക്കാരനുമായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ. അവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് അശദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ എന്നാണ്.
ഉമർ റളിയല്ലാഹു അൻഹു ആണ് ദീനിന്റെ കാര്യത്തിൽ കാർക്കശ്യക്കാരൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഘട്ടത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി ഒരു കൂട്ടം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയുകയും മുർത്തദാവുകയും മറ്റൊരു കൂട്ടര് അവിടെ സക്കാത്ത് നിഷേധിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അവരുടെ യുദ്ധത്തിന് തയ്യാറാവുകയാണ് ഉമർ ഖത്താബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിനെ വാസ്തവത്തിൽ അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടാണ് ഉമർ ഖത്താബ് തങ്ങൾ സംസാരിച്ചത്. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളുടെ കോളർ ഇങ്ങോട്ട് പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവുന്ന ആ ലാളിത്യത്തിന്റെ ഉടമയായ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഹമു ഉമ്മത്തി ബിഉമ്മത്തി എന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശിദ്ദത്ത് അപ്പോഴങ്ങോട്ട് വെളിവായത്. അജബ്ബാറുൻ ഫിൽ ജാഹിലിയത്തി വഖവ്വാറുൻ ഫിൽ ഇസ്ലാം, ജാഹിലിയത്തിൽ നിങ്ങൾ വലിയൊരു പോക്കിരിയായിരുന്നല്ലോ, ഇപ്പൊ ഒരു ഭീരുവായി മാറിയോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളെ കോളർ പിടിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യം അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. വാസ്തവത്തിൽ അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു അത് ബോധ്യപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചു. ഞാൻ സക്കാത്ത് നിഷേധിച്ച ആളുകളെ എനിക്ക് ഒരു കയറ് സക്കാത്ത് റസൂലുള്ളാഹിയുടെ കാലത്ത് കൊടുത്തിരുന്ന ഒരു കയറ് തടഞ്ഞാൽ പോലും ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു രംഗത്ത് വന്നു. പിന്നീട് പരിശുദ്ധ ഇസ്ലാം അന്ന് നിലനിന്നതിന്റെ കൃത്യമായി നിലനിന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റും ആ ഒരു ദിവസത്തിലേക്ക് മടങ്ങുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തി. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ഘട്ടം പല ഘട്ടങ്ങൾ സമസ്തക്ക് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയി എന്നതാണ്. പല ഘട്ടങ്ങളും പല നിലക്കും സമസ്തയെയും സമസ്തയുടെ പ്രവർത്തകരെയും അതിലെ സമസ്തയുടെ നയങ്ങളെയും സമസ്തയുടെ നിലപാടുകളെയും ചോദ്യം ചെയ്തുകൊണ്ട് അതിന് ചിലർക്കൊക്കെ ചില ആളുകളൊക്കെ അതിന് കൂട്ടുനിൽക്കുന്ന രംഗങ്ങൾ ഉണ്ടായ സന്ദർഭത്തിലൊക്കെ ബഹുമാനപ്പെട്ട പലരും കാഠിന്യം പ്രകടിപ്പിക്കും എന്ന് വിചാരിച്ചവർ കാഠിന്യം പ്രകടിപ്പിക്കാതെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പ്രയാസങ്ങൾ നേരിട്ട സന്ദർഭത്തിലൊക്കെ വളരെ ചങ്കൂറ്റത്തോടുകൂടെ സമസ്തയുടെ നയങ്ങൾ യാതൊരു വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറല്ലെന്ന വളരെ ഗൗരവമേറിയ പ്രഖ്യാപനങ്ങൾ വളരെ ചെറിയ വാക്കുകളിലൂടെയും തന്റെ നർമ്മം കലർന്ന ശൈലിയിലൂടെയാണെങ്കിലും അതങ്ങോട്ട് പ്രഖ്യാപിച്ചതിലൂടെയാണ് ഈ അന്തസ്സും ഈ ഓജസ്സും നമുക്ക് നിലനിർത്താനും അത് വർദ്ധിപ്പിക്കുവാനും സമസ്തയുടെ അജയ്യത തെളിയിക്കുവാനും കഴിഞ്ഞത് എന്ന് ഈ കഴിഞ്ഞ 20 വർഷങ്ങളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ചില കാലങ്ങളിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളുടെ അതിന്റെ നിജസ്ഥിതിയും അതിന്റെ ചരിത്രപരമായ സംഭവങ്ങളും അവിടെയുണ്ടായ സംഭവ വികാസങ്ങളുമൊക്കെ മനസ്സിലാക്കി അറിഞ്ഞ ആളുകൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അവിടെ നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും ബഹുമാനപ്പെട്ട ശൈഖുന അല്ലായിരുന്നുവെങ്കിൽ. പക്ഷെ അള്ളാഹു അതിനെ നിലനിർത്തും, അള്ളാഹുവിന്റെ ദീനിനെ. അതിനുള്ള ഓരോ ഹിക്മത്തിൽപ്പെട്ടതാണ് അതൊക്കെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇതിനാവശ്യമായ ഈ സമസ്ത അതിന്റെ അന്തസ്സോടുകൂടെ പ്രൗഢിയോടുകൂടെ നിലനിൽക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പറ്റിയ ഒരാളെ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ശംസുൽ ഉലമയുടെ ഒരു സൂചനയോടുകൂടെയായും കൊണ്ട് അള്ളാഹു അതിനെ നിശ്ചയിക്കുകയാണ്. അതൊരു വലിയ അത്ഭുതമാണ്. അങ്ങനെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ഇന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. എല്ലാ വഞ്ചകരും എല്ലാ കള്ളന്മാരും എല്ലാവരുടെയും തനിനിറം ചില ആളുകളുടെ ആയുസ് നീളുന്നത് അത് ചില ഖൈറുകൾ അതിലുണ്ടാവും. അവരിങ്ങനെ കെടുക്കുമ്പോഴാണല്ലോ അവരെ സ്വഭാവം നമ്മളൊന്നും പറയാതെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുക. അവരിങ്ങനെ ജീവിക്കുന്നു. കൂടുതൽ ജീവിക്കും തോറും അവരുടെ ട്രൗസർ ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കള്ളത്തരവും പൊള്ളത്തരവും അവരുടെ എല്ലാവിധ വഞ്ചനയും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ചില ആളുകൾക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കുന്നു. അതുകൊണ്ട് നമുക്കിന്ന് പണിയില്ലാതെയായിരിക്കുകയാണ്. അത്തരം വിഷയത്തിൽ നമ്മൾ ഇനി കൂടുതൽ ഇടപെടേണ്ടതില്ല. നമുക്കറിയാം, ഇപ്പോ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്ന ക്ലിപ്പുകൾ എന്തേ 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട ശൈഖുന വഫാത്താകുന്നതിന്റെ കുറച്ച് മുമ്പ് പറയാമായിരുന്നില്ല ഇതൊക്കെ അവർക്ക്? അത് പറയില്ലല്ലോ. അത് പറഞ്ഞാൽ അതിന് മൂപ്പരിൽ നിന്ന് മറുപടി കിട്ടും. അതങ്ങനെയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. വഫാത്തായ എന്തും പറയാലോ.
തങ്ങളുടെ ബുദ്ധിയില്ലാത്തൊരു കൗമിനെ പിടിച്ചു നിർത്താൻ അതൊക്കെ ആവശ്യമായതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ. പക്ഷെ ബുദ്ധിയും വിവേകവുമുള്ള ആളുകളൊക്കെ അത് തിരിച്ചറിയുകയും അവർ കൂടുതൽ സമൂഹത്തിൽ സമുദായ മധ്യത്തിൽ ലഭ്യരാവുകയേ ചെയ്യുള്ളൂ. അതിനൊന്നും നമ്മൾ കൂടുതൽ വില കൊടുക്കേണ്ടതില്ല. ഏതായിരുന്നാലും ഈ ഒരു ഫത്റത്ത്, ഇത്രയും സങ്കീർണമായ ഈ ഫത്റ, ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പരിശുദ്ധ ദീനിന്റെ കാവൽ ഭടന്മാരായ, അതിന്റെ ഈ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ സംരക്ഷകരായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ പ്രസ്ഥാനത്തെ വേണ്ടതുപോലെ നയിക്കുകയും ത്രാണിത്വം കാണിക്കേണ്ടിടത്ത്, അന്തസ്സ് കാണിക്കേണ്ടിടത്ത് ആരുടെ മുന്നിലും അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ് വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിസാലത്തിനെ, അവന്റെ ദൗത്യത്തെ, അവന്റെ സന്ദേശത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവനെയല്ലാതെ മറ്റാരെയും ഭയപ്പെടാതെ, യാതൊരു കൂസലുമില്ലാതെ, പറയേണ്ടത് പറയേണ്ടയിടത്ത് പറയേണ്ടതുപോലെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും അതിൽ യാതൊരു കുറവും വരുത്താതെ ഇൽമിന്റെയും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെയും യശസ്സ് നിലനിർത്തുന്നതിൽ, അതിന്റെ അന്തസ്സ് ഉയർത്തുന്നതിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അത് നാം ഒരിക്കലും മറക്കാൻ പാടില്ല. അത് തന്നെയാണ് നമ്മുടെ നേതാക്കളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുനയോട് നമുക്കൊക്കെ അനുയായികൾക്ക്, നമ്മുടെ ശിഷ്യന്മാർക്ക്, അത് ഈ പ്രസ്ഥാനത്തിന്റെ അനുഭാവികൾക്ക് ഒരിക്കലും അളന്നു തീർക്കാൻ കഴിയാത്ത, അളക്കാൻ കഴിയാത്ത സ്നേഹവും ബഹുമാനവും അവരെ ഉണ്ടാക്കി തീർത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവൻ നൽകിയ ഈ നേതൃത്വത്തിന്, അതിന് ഈ പ്രസ്ഥാനത്തെ നയിച്ചതിന് അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ആ നിലക്ക് ഈ പ്രസ്ഥാനത്തെ അന്തസ്സോടുകൂടെ, ആരുടെ മുന്നിലും അടിയറവ് പറയാതെ അന്തസ്സോടുകൂടെ നയിക്കാൻ കഴിയുന്ന നേതൃത്വത്തെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.